കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ ആഗ്രഹിച്ച എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പരിമിതിയുണ്ട്. ഞാൻ എന്നോട് സംസാരിച്ച ചില ആളുകളോട് പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയ നിയമനിർമ്മാണത്തിൽ പകുതിയിലേറെ സീറ്റുകൾ വനിതകൾക്കാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് പകുതിയിലേറെ സീറ്റുകൾ, പിന്നെ മറ്റ് സംവരണ സീറ്റുകളും ഉണ്ട്. പിന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. നിങ്ങൾ ലീഗിന്റെ കാര്യത്തിൽ നിങ്ങൾ തന്നെ പരാതിപ്പെട്ടു. എല്ലാവരെയും സംതൃപ്തിയായിട്ട് നടത്തണം. അപ്പോൾ ഉദ്ദേശിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് കോൺഗ്രസിലെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, കർഷകർ, തൊഴിലാളികൾ, സീനിയർ ലീഡേഴ്സ് ഇവരെല്ലാവർക്കും സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ എണ്ണത്തിന്റെ പരിമിതിയുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം KSU നേതാക്കന്മാർ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് അവരുടെ 70-ലേറെ നേതാക്കന്മാർ, 79 വിഷ്ണു കൃത്യ നമ്പർ പറഞ്ഞു, 79 നേതാക്കന്മാർ വിവിധ ജില്ലകളിൽ മത്സരിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വല്ലതും മോശമല്ല. പിണറായി വിജയന്റെ പോലീസ് അക്രമത്തിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട 3 കുട്ടികൾക്കും മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഇനി വയനാട്ടിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേരത്തെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. കോൺഗ്രസിനെ പോലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും, അത് AK മുതൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും, തുടർച്ച തന്നെയാണ്. അസംബ്ലിക്കകത്തും പരിശോധിച്ചാൽ മനസ്സിലാവും, യുവാക്കളുടെ നിര കോൺഗ്രസിന് തന്നെയാണ്, പാർലമെന്റിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എന്നാൽ വ്യക്തികൾക്ക് ചില പരാതികൾ ഉണ്ടാകാം, വ്യക്തികൾക്ക് ചില അസംതൃപ്തി ഉണ്ടാകും. അതെല്ലാ പാർട്ടിയിലും ഇല്ലേ? BJPയുടെ ഒരു പ്രധാന പ്രവർത്തകൻ തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ലേ? പ്രതിഷേധം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനിയിലെ പ്രധാനപ്പെട്ട ദേശാഭിമാനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഇപ്പൊ റിബലായിട്ട് മത്സരിക്കുന്നില്ലേ? ബ്യൂറോ ചീഫ് മത്സരിക്കുന്നില്ല ആയിരുന്ന. സഖ്യമില്ല, സഖ്യമില്ല. വോട്ട് ആരുടെയും മേടിക്കും, അത് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. സഹകരണവും സഖ്യവും അല്ല, വോട്ട് ആരുടെ കിട്ടിയാലും മേടിക്കും. അതുകൊണ്ട് ഞങ്ങളത് കണക്കിലെടുക്കുന്നുണ്ടല്ലോ, ആ നിലപാടുകൾ കണക്കിലെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയിട്ടുണ്ട്.